ഹായ്, നമസ്കാരം. ഞാൻ അൻവർ കണ്ണീര്, അമ്മിനിക്കാട്. ജീവിതത്തിലൊക്കെ ഒരുപാട് പരിമിതികൾ നേരിട്ടപ്പോൾ ആ പരിമിതികളൊക്കെ ഒരു മനുഷ്യൻ്റെ അവസരമാണ്, അത് കുറവുകളല്ല എന്ന് മനസ്സിലാക്കി തന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ എന്നെ പാകപ്പെടുത്തിയിട്ടുണ്ടാകുക ചിലപ്പോൾ എൻ്റെ അക്ഷരങ്ങളായിരിക്കാം, എൻ്റെ വായനകളായിരിക്കാം ഒക്കെ, അല്ലെങ്കിൽ അറിവിനെ തേടാനുള്ള വല്ലാത്ത ആഗ്രഹങ്ങളായിരിക്കാം ഇതിനൊക്കെ എന്നെ ചിലപ്പോൾ പാകപ്പെടുത്തിയിട്ടുണ്ടാകുക. എങ്കിൽ വായനക്കിടയിലൊക്കെ ഒരുപാട് കേട്ട മനുഷ്യൻ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനെ, അല്ലെങ്കിൽ നമ്മളെ വിധിക്കപ്പുറത്തേക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, വിധിയൊക്കെ മാറ്റിമറിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പാകപ്പെടുത്തിയത് ചിലപ്പോൾ നമ്മളെ ഈ അറിവ് തേടിയുള്ള ജീവിതമായിരിക്കും. അപ്പോൾ ഈ കേൾക്കുന്നതിനിടയിലോ വായിക്കുന്നതിനിടയിലോ വിഷ്വലൈസേഷനെ കുറിച്ച് ഒരുപാട് കേൾക്കുകയുണ്ടായി. എന്താണ് വിഷ്വലൈസേഷൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിതത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിമിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, അഥവാ 23-ാം വയസ്സിൽ എൻ്റെ ശരീരത്തിൻ്റെ പാതിയിലധികം തളർന്നു പോകേണ്ട ഒരു അപകടത്തെ തുടർന്ന് തളർന്നു പോകുന്ന സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാവുകയും അതേ തുടർന്ന് തളർന്നു പോവുകയും വാട്ടർ ബെഡിൽ വരെ കിടക്കുന്ന ഒരു സമയത്ത് ചിന്തക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠക്കോ മാത്രം, ചിന്തക്ക് പ്രാധാന്യമില്ലാതെ ഉത്കണ്ഠക്കും അതേപോലെ തന്നെ നിരാശക്കും മാത്രം സമയം കൊടുത്തിരുന്ന ഒരു കാലത്ത് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നിടത്താണ് വിഷ്വലൈസേഷനെ കുറിച്ചൊക്കെ ആദ്യമായി കേട്ടു തുടങ്ങുന്നത്. വിഷ്വലൈസേഷനെ കുറിച്ച് കേട്ടു തുടങ്ങിയപ്പോഴൊന്നും നമ്മൾ ആഗ്രഹങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്നാലും ഈ ആഗ്രഹങ്ങൾക്കൊക്കെ സഫലീകൃതമായിട്ടുള്ള ഒരു സമയം ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക വല്ലാതെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ആശങ്കകളൊക്കെ മറികടക്കാൻ നമ്മൾ അക്ഷരങ്ങളോ നമ്മളുടെ അതുപോലെ തന്നെ വായനകളൊക്കെ ഉപയോഗപ്പെട്ടെങ്കിൽ ഈ സമയത്ത് വിഷ്വലൈസേഷൻ വല്ലാത്ത അത്ഭുതം തന്നിരുന്നു. എഴുതാൻ തുടങ്ങി, എഴുതി പ്രസിദ്ധീകരിച്ച് തുടങ്ങിയതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുസ്തകം രചിക്കുക, അതിൻ്റെ പ്രകാശനം നടക്കുക എന്നുള്ളതൊക്കെ വല്ലാത്ത ഒരു ആഗ്രഹമായി മാറിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. പുസ്തകം രചിച്ച് അതിൻ്റെ രചയിതാവ് ആയി അതിൻ്റെ ഒരു പ്രകാശനം നടക്കുന്ന ഒരു വേദിയെ, അല്ലെങ്കിൽ ആ പുസ്തകം റിലീസ് ചെയ്യുന്ന വ്യക്തികളെ ഒക്കെ സ്വപ്നം കണ്ട് അത് റിലീസ് ചെയ്യുന്ന രംഗങ്ങളെ, അതിനുശേഷം പുസ്തകം വിറ്റുപോകുന്ന രംഗങ്ങളെ, പുസ്തകത്തിൻ്റെ അനന്തരമായിട്ട് നടക്കുന്ന സംഭവങ്ങളെ ഒക്കെ വിഷ്വലൈസേഷൻ നടത്തി അവസാനം അതൊരു നിമിഷം സഫലീകൃതമാവുന്ന രംഗമുണ്ട്. ആ രംഗത്ത് വല്ലാതെ നമ്മൾ ആനന്ദിപ്പിക്കുന്ന, എന്നാൽ നമുക്ക് ഏറ്റവും ക്ഷമിക്കേണ്ട സമയം ദുഃഖിക്കുമ്പോഴാണ് എന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ദുഃഖിക്കുമ്പോൾ ക്ഷമിക്കുന്നതല്ല. എൻ്റെ ഉപ്പ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് നൽകുന്ന ഉപദേശം അതായിരിക്കും, ഈ ദുഃഖിക്കുമ്പോൾ ക്ഷമിക്കുമ്പോഴല്ല, ഈ സന്തോഷിക്കുമ്പോൾ ക്ഷമിക്കാൻ കാണിക്കുന്ന ആ അവധാനതയാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ഉണ്ടാക്കുക എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ആനന്ദമല്ലാതെ നമ്മളെ മതിമറന്ന് ആനന്ദിപ്പിക്കാൻ പ്രേരണമാകുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഇതിനെ ഒരു പക്വമായിട്ട്, അല്ലെങ്കിൽ ഒരു പാകത്തിൽ അതിനെ നിലനിർത്താൻ കഴിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായനയാണ്. അതിനൊക്കെ ഈ വിഷ്വലൈസേഷൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം സന്തോഷത്തെ പോലും നിയന്ത്രിക്കേണ്ട ഒരു രീതിയെ നമ്മൾ വിഷ്വലൈസേഷൻ നടത്തിയിട്ടുണ്ടാവും. എങ്കിൽ ഞാൻ വിഷ്വലൈസേഷൻ്റെ വിഭാഗത്തിൽ ഏറ്റവും വലിയ വായന നടത്തിയത്, അല്ലെങ്കിൽ ഒരു വായന നടത്തിയത് ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്ന് പറയുന്ന റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. മോസ്റ്റ് സെല്ലിംഗ് റൈറ്ററാണ് ഈ റോബിൻ ശർമ്മ. അദ്ദേഹം ഭയങ്കര മോട്ടിവേറ്ററാണ്. ഒരു തെക്കുന്ന് വടക്കോട്ട് പറക്കുന്ന ഏറ്റവും വലിയ ഒരു തിരക്കുള്ള എഴുത്തുകാരനാണ് റോബിൻ ശർമ്മ. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് 5 AM ക്ലബ്ബ്, അതുപോലെ തന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ, ആരാണ് നിങ്ങൾ മരിക്കുമ്പോൾ കരയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ കഥ വായിച്ചത്. വിഷ്വലൈസേഷൻ്റെ ഒരു മൂർത്തം, അല്ലെങ്കിൽ മൂർത്ത രൂപം, അല്ലെങ്കിൽ മൂർത്ത രീതി എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഒരു ഭാഗം. അദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൃത്യമായി ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ,
അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ജനലിൻ്റെ അടുത്തുള്ള ഒരു ബെഡിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രോഗി ആ വാർഡിലേക്ക് വരികയും അദ്ദേഹത്തോട് കൂട്ടുകൂടി ഈ രണ്ടാമത് വന്ന രോഗിയോട് ജനലിനരികിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി ലോകത്തിൻ്റെ കാഴ്ചകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം വിവരിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കി അപ്പുറത്ത് കാണുന്ന ഉദ്യാനത്തിലെ ഇലകൾ ആടുന്ന രംഗവും അതുപോലെ തന്നെ ഉദ്യാനത്തിലെ വൃക്ഷങ്ങൾ നിൽക്കുന്ന രംഗങ്ങളും അതുപോലെ തന്നെ അവിടെ കാണുന്ന മനുഷ്യരിൽ കാണുന്ന ചലനങ്ങളും ഒക്കെ ഓരോന്ന് ഒപ്പിയെടുത്ത് പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കുമ്പോൾ ഒരു നാൾ ഈ ജനലിൽ അടുത്തിരിക്കാത്ത മറ്റൊരു രോഗിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്, വല്ലാത്ത വെറുപ്പ് തോന്നി ഇയാളോട്. ഈ ഭാഗ്യം ആൾക്ക് കിട്ടിയതിൽ ഇയാൾക്ക് വെറുപ്പ് തോന്നി. പിന്നെ അയാളോട് മിണ്ടാതാവാതെ ഒരു ദിവസം രാത്രി ഈ ജനലിനരികിൽ ഇരിക്കുന്ന ആ രോഗി ഒരു ശ്വാസമുട്ടിനെ തുടർന്ന് ശ്വാസം മുട്ടുണ്ടായി, പിന്നെ അപസ്മാരം ഉണ്ടായി. അതിനെ തുടർന്ന് മരണം ഡിക്ലെയർ ചെയ്ത് അദ്ദേഹത്തെ ആ വാർഡിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ നേഴ്സിനോട് രണ്ടാമത് വന്ന രോഗി ജനലിനരികത്തേക്കുള്ള ബെഡിനേക്ക് ഒന്ന് മാറ്റി കടത്താൻ അനുവാദം ചോദിക്കുകയും അത് നൽകുകയും ചെയ്തു. അങ്ങനെ ഇയാൾ ആനന്ദത്തോടെ ആ ജനലിൻ്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പുറത്ത് കണ്ടത് ഒരു ഇഷ്ടികയോട് പടുത്തിട്ടുള്ള ഒരു മതിൽ മാത്രമാണ് കണ്ടത്. ഈ മതിലാണോ ഇത്ര അരോചകമായി തോന്നുന്ന ആ കാഴ്ചകൾക്ക് അപ്പുറത്തേക്കാണോ ആ മനുഷ്യൻ എന്നെ സന്തോഷിപ്പിച്ചത് എന്ന് തോന്നി പശ്ചാത്താപമല്ലെന്ന് രംഗുണ്ട്. അഥവാ ആ ജനലരികത്ത് ഇരുന്നിരുന്ന ആദ്യ മനുഷ്യൻ ഇയാൾ ഉള്ളറിഞ്ഞ് മറ്റുള്ളവനെ സഹായിക്കുകയല്ല, അയാളെ വിഷമത്തിൽ സഹായിക്കുകയല്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് തൻ്റെ ഓരോ ചലനങ്ങളെയും വിഷ്വലൈസേഷൻ്റെ മൂർത്തിഭാവങ്ങൾ അങ്ങനെ തന്നെ അതിന് പറയാം, മൂർത്തിഭാവങ്ങൾ ഒരു പുറത്തേക്ക് നോക്കി ആ ഒരു ചിത്രീകരണം കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന രംഗം, അത് വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന സന്തോഷമാണ് ഇദ്ദേഹത്തിന്. അത് വിഷ്വലൈസേഷൻ ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് മനുഷ്യർക്കും ലോകത്തിനും നന്മകൾ നൽകാൻ സാധിക്കും എന്ന് പറയപ്പെട്ട വിഷ്വലൈസേഷൻ എന്ന വലിയ ഒരു രംഗം. ഇപ്പോൾ നമുക്കൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഭാഗങ്ങൾക്ക് ഒരു ഗണിത വിഭാഗങ്ങൾക്ക് ഒരു ഫുട്ബോൾ കളി പറഞ്ഞു, പക്ഷെ ആർക്കും അതിൽ കളിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ഇതിനെ നമുക്ക് കളിക്കാം, ടീം ഇടാം എന്ന് പറഞ്ഞ് ടീമിട്ട് ഒരു കളിക്ക് പേര് കൊടുത്ത് നിൽക്കുമ്പോൾ അവരോടും പറയുന്നത് വിഷ്വലൈസേഷൻ നടത്താൻ. അവർക്ക് പന്ത് തട്ടാൻ അറിയില്ല എന്നുള്ളൊരു ഭാവമാണ്, പക്ഷെ അവർക്ക് പന്ത് തട്ടാൻ അറിയാം, അവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ അറിയാം, പക്ഷെ അത് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ ആ കപ്പ് എടുക്കുന്നതും അതിനുശേഷം ആനന്ദിക്കുന്നതും. അഥവാ വിഷ്വലൈസേഷൻ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കൃത്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ, കൃത്യമായ അധ്വാനങ്ങൾ ഉണ്ടെങ്കിൽ, കൃത്യമായ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്കിതൊരു ശീലമാണ്, നമുക്കിതൊരു ബുദ്ധിമുട്ടല്ല, പരിമിതികൾ കുറവുകളല്ല, സാധ്യതകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും മറ്റ് മനുഷ്യരെ ജീവിതത്തിൽ ഒരു അപരിചിതനെങ്കിലും, പരിചിതരല്ല, ഒരു അപരിചിതനെങ്കിലും സഹായിക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ ഭൂലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള വാടകയായിട്ട് നമ്മുടെ ദയയെ, നമ്മുടെ കരുണയെ മാറ്റണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.